അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. യാസറാണ് പൂക്കോട്ടുംപാടം. സമസ്ത ആദർശ സംരക്ഷണ സമിതി പുതിയ ഒരു വേദി ഒരുക്കുകയാണ്. വാർത്താ സമ്മേളനം കണ്ടു, പൂക്കോട്ടൂരിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം കണ്ടു. ഞാൻ ആലോചിച്ചു പോവുക, ഒരു 2 മാസം മുമ്പ് ഞാനൊക്കെ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോഴേ സമസ്തയുമായി ബന്ധപ്പെട്ട് തൻ്റെതായ അഭിപ്രായത്തെ കാഴ്ചപ്പാടിനെ പറയുമ്പോഴേ ഇന്നബലെന്തോ വിളിക്കലുണ്ട്, ഷെജറാന്നും കുത്തിത്തിരിപ്പെന്നും അങ്ങനെയൊക്കെ വിളിക്കലുണ്ട്. ഇപ്പൊ എന്തായി? നമ്മൾ പറഞ്ഞ ആ കോലത്തിൽ തന്നെയാണ് കൂട്ടരെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ പത്രസമ്മേളനം കണ്ടകള്, ലീഗിനെ എതിർക്കുന്ന സമസ്തയിലെ ആളുകളെയൊക്കെ നേരിടാനുള്ള എല്ലാ സെറ്റപ്പോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ എന്തേ പറഞ്ഞത്, രാഷ്ട്രീയം ഒളിച്ചു കടത്തും, അതിനു വേണ്ടിയിട്ട് സമസ്തനം പേര് പിളർത്തി ചറപ്പറക്കും. അതാണിപ്പോ ഇന്നലെ പത്രസമ്മേളനത്തിൽ കണ്ടത്, വാർത്താ സമ്മേളനത്തിൽ കണ്ടത് അല്ലേ? നമ്മളിത് പറഞ്ഞു, ഇതൊക്കെ വേറൊരു കോലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ വലിയൊരു സംഘടനന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭയങ്കര ഭവിഷ്യത്ത് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. ഇന്നലത്തെ സമദ് പൂക്കോട്ടൂരിന്റെയും മായിൻ ഹാജിയുടെയും പത്രസമ്മേളനം കണ്ടിട്ട് ഒരു സാധാരണക്കാരനായ ആളുടെ വിലയിരുത്തലാണത്. ഇയാളൊരു സമസ്തക്കാരനല്ല, നിലവിൽ ഒരു സംഘടനയിലും പ്രവർത്തിക്കുന്നില്ല ഇയാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ സത്യങ്ങളൊക്കെ കുറച്ച് മുമ്പ് തന്നെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പത്രങ്ങളൊക്കെ ഇവരെ കുറിച്ച് പറയുന്നത് ലീഗ് അനുകൂലികളുടെ സമിതി രൂപം കൊണ്ടു എന്നാണ്. ലീഗ് അനുകൂലികളുടെ സമിതി രൂപം കൊണ്ടു. അപ്പോൾ കൃത്യമായിട്ട് സമസ്തയെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പിളർത്താൻ ഈ സമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ ഓണംപിള്ളിയും നാസർ ഫൈസിയും മായിൻ ഹാജിയും ജബ്ബാർ ഹാജിയും ഒക്കെ രംഗത്തിറങ്ങി എന്ന് കൃത്യമായി ഇവിടുത്തെ പൊതുജനങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവർ വിളിക്കുന്ന പേരാണ് ഷെജറ. ഒരു സമസ്തക്കാരൻ പോലും അല്ല ഇയാള്. എന്നിട്ട് ഇയാളെയും വിളിക്കുന്ന പേരെന്താണ്? ഷെജറ. അപ്പൊ ഷെജറയെ കുറിച്ച് ഇയാൾ പഠിച്ചു നോക്കിയപ്പോൾ എന്താണ് ഷെജറ എന്ന് ഇയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾക്ക് ബോധ്യമായ കാര്യമാണ് ഇയാളിനി പറയുന്നത്. അതായത് സത്യം വിളിച്ചു പറയുന്ന എല്ലാവരെയും ഇവര് വിളിക്കുന്ന പേരാണ് ഷെജറ എന്ന്. തുറന്നൊരു പറഞ്ഞതിന്റെ പേരിലാണ് കൂട്ടരെ ഞാൻ ഷെജറ. അപ്പൊ ഞാൻ എന്റെ നാട്ടിലുള്ള ഒരാളോട് ചോദിച്ചു, എന്താ പേര് ഷെജറ എന്ന് ഇങ്ങനെ വിളിക്കുന്നത് ചോദിച്ചു. അപ്പൊ മൂപ്പര് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ആയതുകൊണ്ടാണ് ഷെജറ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ എന്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും എനിക്ക് ടൈമില്ലായിരുന്നു, ഞാൻ ഇനി ഒന്നും കൂടി ചോദിച്ച് മനസ്സിലാക്കണം. ഏതായാലും ഞാൻ ഷെജറയാണെങ്കിലും വേണ്ടില്ല, വേറെന്തെങ്കിലും ആണെങ്കിലും വേണ്ടില്ല, നമ്മൾ ആ പറഞ്ഞെടുത്തിട്ടാണല്ലോ ഇതൊക്കെ കൊണ്ടുവന്ന് കുത്തിയത്. ആലോചിച്ച് നോക്കി നിങ്ങള്. ആ മായിനാജിന്റെ ഒക്കെ ഒരു തെറി പടച്ചോനെ, ആരെയാണ് തെറി വിളിക്കണ മൂപ്പര്? സംരക്ഷണ സമിതി സമസ്തന്റെ ആദർശത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വലിയൊരു കവചം, മായിനാജിനെ മാതിരിയുള്ള ഒരു കവചം വേറെ കിട്ടാലിട്ടോ വിടരുത് കേട്ടോ, ഒപ്പം കൂട്ടിക്കൊളി. കാരണം അജാതി വർത്താനൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആദർശം ഇങ്ങനെ തോന്നിയ ദിവസം വിളിച്ചിട്ട് അങ്ങനെ തന്നെ വളർത്തണം ആദർശം. അപ്പോഴാണ് അതിൻ്റെ ഒക്കെ ഒരു പവർ ഉണ്ടാവുള്ളൂ. ഏതായാലും കിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട അടയാളൊക്കെ ഇവരെ കൊണ്ട് തന്നെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാല് അത് ചില്ലറ സംഭവം ഒന്നല്ല. എന്താപ്പോ അതൊക്കെ? അതായത് വിളിച്ച് ചോദിച്ചവനോട് അങ്ങോട്ട് പറയണേ എന്താണ് ഞാൻ എന്താണെന്നും നമ്മളെന്താണെന്നും എങ്ങനെയൊക്കെയാണ് ഒരു മറുപടി. അതായത് ഇവർക്കൊക്കെ എന്താണെന്നറിയോ, ഇവർക്കൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പറയാനേ പറ്റുള്ളൂ. ഇങ്ങോട്ട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാലേ ഒരു പച്ചത്തെറി വിളിച്ചിങ്ങോട്ട് ഒഴിവാക്കുക. തന്തനെയും പറയും, മറ്റേ തള്ളനെയും പറയും, ഇനി തൊള്ളിയിൽ വരുന്നത് മുഴുവനും പറയും. ആദർശ സംരക്ഷണ സമിതിന്റെ നെടുന്തൂണായിട്ട് നിർത്താം, വിടരുത് നിങ്ങള്. അതേപോലെ തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അദ്ദേഹമൊക്കെ അതൊക്കെ ആ രീതിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടപ്പോൾ ഏതായാലും ഒരു വലിയ പ്രസ്ഥാനം അതിനെയൊക്കെ ഈ കോലത്തിലാക്കി മാറ്റേണ്ടതുണ്ട് എന്ന് വീണ്ടും നിങ്ങളോട് ചോദിക്കാൻ. എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിക്കൂടെ? ഒരുപാട് സ്ഥാപനങ്ങളില്ലേ, ഒരുപാട് ശാക്തീകരണ പ്രവർത്തനങ്ങളില്ലേ?
എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്തിനു ചെയ്യുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും ചോദിക്കണം. അത് നിങ്ങൾ ഷജറയാക്കിയാലും വേണ്ടില്ല, എന്താ കുത്തിത്തിരിപ്പുകാരനാക്കിയാലും വേണ്ടില്ല, എന്താക്കിയാലും വേണ്ടില്ല. ഇതൊന്നും ശരിയല്ല എന്ന് 1000 വട്ടം ഇതൊന്നും ശരിയല്ലട്ടോ. ഈ കലുഷിതമായ ഈ സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതൊന്നും ശരിയല്ല. ഒരുമിച്ച് നിൽക്കലാണ് എല്ലാവർക്കും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങളെ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കുരുതി കൊടുക്കുന്നത് നല്ല ഒരു ഇന്ത്യ കണ്ട, അതായത് ഒരുപാട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസപരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ സമസ്ത പോലുള്ള ഇത്തരം സംഘടനകളുടെ കടക്കലാണ് നിങ്ങൾ കത്തിവെച്ചുങ്ങാണ്ട് ആ രീതിയിൽ അതിനെ വെട്ടിപ്പിളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പച്ചക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞിക്കണ് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഒരു ആത്മസംതൃപ്തി അതെങ്കിലും ഉണ്ടാവും മനസ്സിൽ. എന്നിട്ടെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഏറ്റവും ഉപകാരമായിരിക്കുമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇയാൾ പറഞ്ഞതിൽ 1-2 പോയിന്റുകളുണ്ട്. അതായത് ഇവരുടെ ആമാശയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവരെന്ത് തെറിയും പറയും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് ആ തെറി. ഇങ്ങനെ തെറി പറയുന്ന ആളുകളാണ് സമസ്തയുടെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം സമസ്തയുടെ ആദർശമോ അല്ല എന്ന് വ്യക്തമായി. കാരണം ഇത്തരം ഫ്രോഡുകൾ സമസ്തയുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വീണ്ടും സമുദായത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കൂട്ടർ അവരുടെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി, വേദികൾ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ ജോലികൾ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ വഖഫ് ബോർഡ് പോലുള്ള സ്ഥാനങ്ങൾ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ട് ഒരു സമുദായത്തെ തന്നെ പിളർത്തുന്ന ഒരവസ്ഥ വളരെ ഖേദകരമാണ്. കാരണം ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശത്തിന് വിരുദ്ധമായി രൂപം കൊണ്ട ഒരുപാട് സംഘടനകളുണ്ട്. അവരോടൊന്നും നമുക്ക് സന്ധിയാവാൻ കഴിയില്ല. കാരണം അവർ ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിലല്ല. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഇസ്ലാമികമായ മാനദണ്ഡ പ്രകാരം അടുപ്പിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ആദർശത്തിൽ യാതൊരു വ്യതിയാനവും ഇല്ലാത്ത, ആദർശത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ആളുകൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമുദായത്തെ വീണ്ടും പിളർത്തുക എന്നുള്ളത് തികച്ചും അപലപനീയമായ കാര്യമാണ്. ഇത്തരം ആളുകളെ പൊതുജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നത് വളരെ ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.